സഹായിക്കുന്നു ശരീരത്തിൻ വാസനകൾ ആത്മാവിനെടുത്തു മാറ്റുന്നു ആത്മാവിനെടുത്തു മാറ്റുന്നു ആത്മാവാൻ സഹായകൻ ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പമായിരിക്കുന്നവനാത്മാവാൻ സഹായകൻ. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷേ സ്വർണ്ണലിപികൾ കൊണ്ട് എഴുതപ്പെടേണ്ട ഒരു സമയമായിരുന്നു ഈ 5 ദിവസങ്ങൾ. ആണോ? നമ്മുടെ ഈ ഒരു ആയുഷ്കാലത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ജ്ഞാനവും ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഈ 5 ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയത്. അതാണ് ഈശോ പറഞ്ഞത്, ഈ നിധി കണ്ടെത്തുന്നവർ സകലതും വിറ്റ് ആ വയൽ കച്ചവടാക്കും. ആ വയൽ ദൈവരാജ്യം എന്നതിൻ്റെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ നീതി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതമാണ്. ഈ പരിശുദ്ധാത്മാ അഭിഷേകം എന്ന് പറയുമ്പോൾ 2 ഭാഗമാണ് അതിനുള്ളത്. ഒന്ന്, മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ നവീകരിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, ആ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ എന്തെല്ലാമാണോ അതിലുള്ളത്, പ്രധാനമായിട്ട് വരദാനങ്ങൾ നമ്മുടെ മാമോദീസായിലൂടെ തന്നെ നമ്മളിലുണ്ടെങ്കിലും അത് അഭിഷേകമാണ്. അതായത് ഇപ്പോൾ മദർ തെരേസ ഭാരതത്തിലേക്ക് വന്നത് ഇവിടെ ഇങ്ങനെ ഒരു MC കോൺഗ്രിഗേഷൻ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. ഇല്ലേ? അവർ ഒരു സ്കൂൾ ടീച്ചറുടെ അഭിഷേകത്തിലാണ് വന്നത്. മനസ്സിലായ? മിഷനറി ജോലി ചെയ്യാൻ സ്കൂളിൽ കുട്ടികളെ ABCD ഗ്രാമറും ഇംഗ്ലീഷും ഇതൊക്കെ പഠിപ്പിച്ചിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഇവരുടെ ആത്മാവിൽ മാമോദീസായിലൂടെ തന്നെ മറ്റൊരു അഭിഷേകം ഉണ്ടായിരുന്നു. എന്താണത്? വിളിക്കുള്ളിലെ വിളി. എന്താണ്? വിളിക്കുള്ളിലെ വിളി. ഈശോ പറഞ്ഞു,
നീ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഗുഡ്, വെൽ ഡൺ, കൊള്ളാം, വിശ്വസ്തനായ ഭൃത്യ, നിന്നെ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. Praise the Lord. ഈ ഉപമ നമുക്കറിയാം ഇല്ലേ? ഒരു പ്രഭു ഒരാൾ രാജപദവി സ്വീകരിക്കുന്നതിന് പുറം രാജ്യത്തേക്ക് പോകുമ്പോൾ തൻ്റെ പൗരന്മാരെ വിളിച്ചിട്ട് ഓരോരുത്തർക്കും ഒരു ധനാറ കൊടുത്തു. നിങ്ങൾ ഇത് വെച്ച് ക്രയവിക്രയം ചെയ്യുവിൻ, ഞാൻ വരുന്നത് വരെ. വന്നു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരെ വിളിച്ചു. അപ്പോൾ ഒരു ധനാറ ലഭിച്ച ഒരാൾ വന്നിട്ട് പറഞ്ഞു, യജമാനെ, ഞാനിതാ അങ്ങ് തന്ന ഒരു ധനാറ 10 ആക്കിയിരിക്കുന്നു. അപ്പോഴാണ് യജമാനൻ പറഞ്ഞത്, കൊള്ളാം. ദൈവവചനമാണ് നിങ്ങൾ കേട്ടത്. എന്താണ് വചനം? കൊള്ളാം. എന്താണ് വചനം? ഒന്ന് പറഞ്ഞെല്ലാവരും. കൊള്ളാം. ഒരു വചനമാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് പറഞ്ഞോ, കൊള്ളാം. വിശ്വസ്തനും നല്ലവനുമായ ഭൃത്യ, നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായതിൻ്റെ പേരിൽ ഞാൻ നിന്നെ വലിയ കാര്യം ഏൽപ്പിക്കും. ഇവനൊരു ക്യാമറമാൻ ആകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അവൻ്റെ ആകാംക്ഷ നോക്കി. വെരി ഗുഡ്, മിടുക്കൻ. എന്നിട്ട് പറഞ്ഞെന്താണെന്നറിയാമോ? നീ ഈ ഒരെണ്ണത്തിന് 10 ആക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് നീ 10 നഗരങ്ങളുടെ മേൽ അധിപതിയായിരിക്കും. എന്ത്? ഒരു 10 നഗരങ്ങൾ അടങ്ങുന്ന ഒരു പ്രോവിൻസിൻ്റെ ഗവർണറാക്കിയാണ്. മനസ്സിലാവുന്നുണ്ടോ കാര്യം? ഒരു നാണയം അവൻ അതുപയോഗിച്ച് 10 ആക്കിയപ്പോൾ കൊള്ളാം. നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് നിന്നെ ഞാൻ വലിയ കാര്യം ഏൽപ്പിക്കുന്നു. നീ 10, കാരണം മുമ്പ് പ്രഭുവായിരുന്നു, ഇപ്പോൾ രാജാവായിരിക്കണം. അപ്പോൾ ഇയാൾക്ക് 10 നഗരങ്ങളുടെ അധികാരിയാക്കിയിരിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത ആൾ പറഞ്ഞു, ഞാൻ 5 ആക്കി മാറ്റിയിരിക്കുന്നു. ഓക്കെ, കൊള്ളാം. നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നീ 5 നഗരങ്ങളുടെ അധിപതിയായിരിക്കുക. ഇതിൻ്റെ ക്ലൈമാക്സ് ഇവിടെ ഒന്നുമല്ല. ക്ലൈമാക്സ് അടുത്ത ആളാണ്. അടുത്ത ആൾ വന്നിട്ട് പറയാണ്, അങ്ങ് തന്ന ഒരു നാണയം തൂവാലയിൽ പൊതിഞ്ഞ് ഞാൻ കുഴിച്ചിട്ടു, അതങ്ങനെ തന്നെ എന്നെ പിടിച്ചോ. കാരണം, ശ്രദ്ധിക്കണേ, കാരണം അങ്ങ് കർക്കശക്കാരനാണെന്നും വിതയ്ക്കാത്തിടത്ത് കൊയ്യുന്നവനാണെന്നും വയ്ക്കാത്തിടത്ത് എടുക്കുന്നവനുമാണെന്നും എനിക്കറിയായിരുന്നു. അവനോട് പറഞ്ഞു, ദുഷ്ടനും എന്താന്നറിഞ്ഞൂടാ ബാക്കി, ഹീനനുമായ ഭൃത്യ, നിന്റെ വചനം കൊണ്ട് തന്നെ ഞാൻ നിന്നെ വിധിക്കുന്നു. വയ്ക്കാത്ത കർക്കശ. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇവൻ്റെ കയ്യിൽ നിന്നും ആ ഒരു നാണയം എടുത്ത 10 ഉള്ളവന് കൊടുക്കാൻ. അപ്പോൾ എല്ലാവരും ചോദിച്ചു, അയ്യോ അവന് 10 ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ലൂക്കയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ പകുതി ഭാഗം സക്കേവൂസാണ്. സക്കേവൂസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ പാപിയും ആയ സക്കേവൂസിൻ്റെ വീട്ടിലേക്ക് യേശുവിന് കിടക്കാൻ വല്ല ബ്ലോക്കുണ്ടായോ? അയാളുടെ പാപം ബ്ലോക്കായിരുന്നോ? മനസ്സിലാവുന്നുണ്ടോ? ഒരു ബ്ലോക്കില്ല. വഴിയിൽ കാണുന്ന ആരോടെങ്കിലും പറയും, ഇന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഊണ് കഴിക്കാൻ വേണ്ടതും ആരെങ്കിലും പറയും? പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, ഇതെന്ത് ഇയാൾ ഇങ്ങനെ പറഞ്ഞു, വിളിക്കാത്ത സദ്യക്ക് പറഞ്ഞു. നമ്മൾ ആരെങ്കിലും ഒരാൾ ക്ഷണിക്കാണ്ട് വീട്ടിൽ പോവോ? വഴിച്ചോ സക്കേവൂസിനോട് വഴിയിൽ വെച്ച് പറയാണ്, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? അത് ഒന്നുമല്ല, അത് വേറൊരു കാര്യം. ആരോടാ നമ്മളിങ്ങനെ പറയാ, ഇന്ന് ഞാൻ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരണ്ടെന്ന് ആരോടാ പറയാ? ഇഷ്ടമുള്ളവരോട് പറയും. അടുപ്പമുള്ളവരോട് എന്ന് പറഞ്ഞാൽ
നമ്മുടെ വളരെ അടുത്ത സഹോദരരൊക്കെ ആണെങ്കിൽ ഇതേ ഞാൻ ഇന്ന് ഊണിന് നമുക്ക് ഒരുമിച്ച് ഞാൻ വരേണ്ടത് ഇല്ലേ, നമുക്ക് ആ ഫ്രീഡം ഉണ്ടില്ലേ. ഇപ്പം ഞാൻ എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ പോണതിന് ഞാൻ പറയാണ് ഇത് ഞാൻ അവിടെ ഊണഴിക്കാൻ വരേണ്ടതെന്ന് എനിക്ക് പറയണതിന് അവനോ എനിക്കോ ഒരു ഇല്ലേ സഹോദരൻ. ഈശോ സക്കേവൂസിനോട് പറഞ്ഞത് അതാണ് അവിടെ ചെന്നിട്ട്, നീയും അബ്രാഹത്തിൻ്റെ മകനാണ്, അതായത് നീ എൻ്റെ സഹോദരനാണ്. എനിവേ ആ അധ്യായം കഴിഞ്ഞിട്ടാണ് ഈ ഭാഗം. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ആ ആദ്യത്തെ പൗരൻ 1-10 എന്തുകൊണ്ടാണ് ഇവൻ 1 തന്നെ വെച്ചത്? അവന് യാതൊരു പുരോഗമനം ഉണ്ടായില്ല, ഒരു വളർച്ച ഉണ്ടായില്ല. അവനത് തുവാലയിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ട്. എന്തായിരുന്നു അവിടുത്തെ പ്രധാന കാര്യം? ഈ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ആൾക്ക് യജമാനനെ കുറിച്ച് വികലമായ ഒരു ധാരണയായിരുന്നു. എന്താണ് ധാരണ? അയാൾ കർക്കശക്കാരനും വെക്കാത്തടത്ത് എടുക്കുന്നവനും എടുക്കാത്ത പോയിരുന്നു. അപ്പോൾ ഈ വീണ്ടും മനസ്സിലാക്കണം ആ ത്രികോണം. ഇതാണ് ഫരിസേയരുടെ ഒരു പ്രശ്നം. ഫരിസേയര് ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, എല്ലാം ചെയ്യണം. പക്ഷെ ദൈവത്തെക്കുറിച്ചുള്ള ധാരണയിൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാണ്. അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ വേലക്കാരാണ് അല്ലെങ്കിൽ പ്രവർത്തകരാണെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ രഹസ്യം എന്താണ്? 1 വെച്ചാൽ 10. ഇത് പണ്ട് നമ്മൾ പറയാനുള്ള കാര്യമാണ്. കഴുകിയിട്ടും പോയിട്ടില്ല ഇല്ലേ? മനസ്സിലായില്ലേ? കഴുകിയിട്ടും പോയിട്ടില്ല. ചിലതൊക്കെ ഇങ്ങനെ വെച്ചേക്കണത് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഞാൻ പണ്ട് ആദ്യത്തെ ധ്യാനങ്ങളിൽ പറയുമായിരുന്നു, ഈ പിശാചിനെ വെട്ടാൻ ഇസ്പയുടെ 7-ാം കൂലി മതി എന്ന് പറഞ്ഞാൽ തുറുപ്പിൻ്റെ 7-ാം കൂലി മതി എന്ന്. തുറുപ്പിൻ്റെ 7-ാം കൂലി കൊണ്ട് നമുക്ക് മറ്റെല്ലാ ജാക്കിനെയും വെട്ടാം, തുറുപ്പിൻ്റെ ജാക്കി ഒഴിച്ചില്ലേ. ഇത് ആർക്ക് മനസ്സിലാവും? തുറുപ്പ് കളിക്കാർക്കേ മനസ്സിലാവുള്ളൂ എന്ന പോലെ. അപ്പം ഇവിടെ നമ്മൾക്ക് വരങ്ങളുണ്ട്, നമ്മൾക്കൊരു ധനാറ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? എന്തുകൊണ്ട് നമ്മളത് 10 5 അതോ അത് കുഴിച്ചിട്ടിരിക്കുകയാണോ? സംഭവം സീരിയസ് ആയിപ്പില്ലേ? കർത്താവ് നമുക്ക് മാമോദീസായിലൂടെ എല്ലാ വരങ്ങളും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മളങ്ങ് വിചാരിക്കുകയാണ്, ഈ ലോകം സുവിശേഷവൽക്കരിക്കാത്തതിൻ്റെ കാരണം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഈ വരദാനങ്ങളെല്ലാം നമ്മൾ കുഴിച്ചിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്നു? ഈ തന്ന ആളെക്കുറിച്ചുള്ളൊരു വികലമായ ധാരണയാണ്. ഇയാൾ കർക്കശക്കാരനാണ്, ശാപിക്കുന്നവനാണ്, ശിക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് യാതൊരു അടുപ്പം തോന്നുന്നില്ല. ചടങ്ങ് കാണിക്കാൻ വേണ്ടി പിള്ളേരെ കുരിശോരിക്കാടാ, കുരിശോരി രാജ്യത്തിലെ നീ മര്യാദയ്ക്ക് ചെല്ലടാ, ആ ചൊല്ലി. പിള്ളേർ പറയും ഞങ്ങളെ കുരിശോരയ്ക്കാൻ വിളിക്കും. കുരിശോര തുടങ്ങുമ്പോഴേക്കും അമ്മ അപ്പനെ ആരെങ്കിലും ഉറക്കാൻ തുടങ്ങും. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? അല്ല, ഓരോരോ കാര്യം. ഒരു കടത്ത് കഴിക്കണ ഒരു ചടങ്ങ് പോലെ നമ്മൾ കുരിശ വരച്ചത് കൊണ്ടോ പള്ളിയിൽ പോയതുകൊണ്ടോ ഇതൊന്നും ആവില്ല. നമ്മളുടെ ആ ദൈവരാജ്യത്തിൻ്റെ ദൈവനീതിയുടെയും രഹസ്യത്തിൽ ഈ കർക്കശക്കാരനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. ദൈവം കരുണയും, ഈ വാക്ക് കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയേക്കണ വാക്കാണ്, ഇപ്പോൾ വായിക്കാൻ സമയമില്ലാത്തതിന്. കർക്കശക്കാരൻ, ഇത് മലയാളത്തിൽ മാത്രമേ ഇത്ര മനോഹരമായിട്ട് മനസ്സിലാവുള്ളൂ. അതാണ് പല ബൈബിളും. ഇംഗ്ലീഷിൽ ഈസ് ഡിമാൻഡിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണില്ല ശരിക്കും. പക്ഷേ കർക്കശക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ എത്ര പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. നമ്മൾ ആ 10 നാണയത്തിൻ്റെ കാര്യം നോക്കാറ്, പക്ഷേ അവസാനത്തിലല്ലേ മനസ്സിലായത്. പെട്ടെന്ന് ഒന്നും കൂടി പറഞ്ഞോട്ടെ, അത് നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം. നമ്മൾ മുടിയനായ പുത്രൻ്റെ ഉപമ കേട്ടിട്ടുണ്ടല്ലോ.
ലൂക്ക 15 3 ഉപമകളാണുള്ളത്. ഒന്ന് ഒരു കാണാതെ പോയ ആടിൻ്റെ, കാണാതെ പോയ നാണയത്തിൻ്റെ, പിന്നെ കാണാതെ പോയ മകൻ്റെ. എന്നാൽ ഇത് മൂന്നും പരസ്പര പൂരകങ്ങളാണ്. കാണാതെ പോയ ആട്, അപ്പോൾ അത് ഇസ്രായേലിലെ വീണ്ടും ചട്ടമാണ്. ഒരാട് കാണാതെ പോയാൽ അതങ്ങ് പോയി. പിന്നെ അതിനെ ആട് ഇങ്ങോട്ട് തിരിച്ചു വരില്ല ഒരിക്കലും. ആട് ഇങ്ങോട്ട് തിരിച്ചു വരില്ല. അത് ഇങ്ങോട്ട് തിരിച്ചു വരാൻ അതിന് വഴി അറിയില്ല. അതുകൊണ്ട് ഇടയൻ എന്ത് ചെയ്യും? ഈ നല്ല 99 ആടിനെയും അവിടെ മരുഭൂമിയിൽ വിട്ടിട്ട്, മനസ്സിലാക്കണം, ഈ കാണാതെ പോയ ആട് എവിടെയാണെന്ന് യാതൊരു അറിവില്ല. ചിന്തിക്കണം. എന്നാൽ അവനെ എങ്ങനെയായാലും ഈ ആടിനെ കിട്ടിയേ അടങ്ങുള്ളൂ എന്നുള്ള ഒരു വെല്ലുവിളിയോടെ ഈ അന്വേഷിച്ചു പോകുന്നുള്ളതാണ്. ഇത് അവരുടെ ഒരു ചട്ടമാണ്. അവരൊക്കെ ആട് വളർത്തുകാരാ. ആ ആടിനെ നേടും. അവസാനം അവിടെ പോയി അലഞ്ഞു തിരിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അതൊരു കൊക്കയിൽ മുള്ളുകളുടെ ഇടയിൽ കുടുങ്ങി കിടക്കണം. ആ ആടിനെ എടുക്കുമ്പോൾ ഇനി ഇത് ഇത്രയും നടന്ന് ക്ഷീണിച്ചു, ഇതിന് ഇങ്ങോട്ട് ഇനി നടത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ ആടിനെ എടുത്ത് തോളിലേറ്റും. അതാണ് നമ്മുടെ കരുണയുടെ വർഷത്തിലെ ചിത്രം. അതിൽ തോളിയേറ്റിരിക്കുന്നത് ആട് ഒരു മനുഷ്യനായിട്ടാണ് ഇതിൽ ചിത്രീകരിച്ചത്. അതായത് നമ്മളെ ഈശോ ആവുന്ന ഇടയൻ തോളിലേറ്റും. അങ്ങനെയുള്ള ഒരാണ്. എന്നിട്ട് കിട്ടിക്കഴിയുമ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമോ. അതാണ് ഈശോ പറഞ്ഞത്, ഇങ്ങനെയാണ് ദൈവരാജ്യത്തിൽ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് അനുതാപം ആവശ്യമില്ലാത്ത 99 ഇതൊക്കെ അർത്ഥം മനസ്സിലാക്കുക. അനുതാപം ആവശ്യമില്ലാത്തത് ആരാ? ലോകത്തിലുള്ളവരെല്ലാവരും പാപികളാണ്. ആർക്കാ അനുതാപം ആവശ്യമില്ലാത്തത്? ഫരിസേയരും നിയമിച്ചവരും. ഞങ്ങൾക്ക് അനുതാപമൊന്നും ആവശ്യമൊന്നുമില്ല, ഞങ്ങളെല്ലാം കറക്റ്റാണ്, 10 കൽപ്പനകൾ കൃത്യമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നവരാണ്. അതാണ് പറഞ്ഞത്. അനുതാപം ആവശ്യമില്ല എന്ന് നടിക്കുന്ന ഈ 99 കൂടുതൽ ഈ വഴിതെറ്റിപ്പോയ ഒരു വ്യഭിചാരിണിയോ ഒരു ചുങ്കക്കാരനോ ഒരു പാപിയോ ആയ വ്യക്തിയാണ് ദൈവത്തിന് ആവശ്യം. രണ്ടാമത് 10 നാണയം ഉണ്ടായിരുന്നു. ഒരു നാണയം കാണാനില്ല. അവൾ നോക്കിയപ്പോൾ ഇത് വീടിൻ്റെ പുറത്ത് പോകാനൊരു വഴിയില്ല, ഇതകത്ത് തന്നെയാണ്. നമ്മൾ ഇതകത്ത് എവിടെ തന്നെ പോയേക്കണത്. അപ്പോൾ ആട് പോയത് പുറത്ത്, നാണയം പോയത് അകത്ത്. അത് കണ്ടുകിട്ടി. മോളം അടിച്ച് അപ്പോൾ അടിച്ച് വാരിയപ്പോൾ ഈ അകത്ത് അഴുക്ക് മുഴുവനും ചേർന്ന് അടിച്ചപ്പോൾ ഇല്ലേ, നമ്മൾ ചിന്തിക്കും. അകം മുഴുവൻ അടിച്ചു വാരി ശുദ്ധീകരിച്ച് നോക്കിയപ്പോൾ ഈ അഴുക്ക് മുഴുവൻ അതിൻ്റെ ഇടയിൽ അവസാനം ഈ നാണയം കിടക്കണം. ആ അഴുക്കുകളുടെ ഇടയിൽ നിന്ന് ആ നാണയത്തിനെടുത്തു. എൻ്റെ കാണാതെ പോയ നാണയം എനിക്ക് കിട്ടി. ഇങ്ങനെ സ്വർഗത്തിൽ മാലാഖമാർ നഷ്ടപ്പെട്ട ഒന്നിനെ തിരിച്ചു കിട്ടുമ്പോൾ വലിയ സന്തോഷമുണ്ടാകും. അതിനുശേഷമാണ് മുടിയനായ പുത്രൻ്റെ ഉപമയുടെ ആദ്യ ഭാഗം നമുക്കൊക്കെ അറിയാം. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളത്, പ്രസംഗിച്ചതുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അധികം പറയണ്ട. പക്ഷെ അതല്ല ഈ ഉപമയുടെ ക്ലൈമാക്സ്. അതിനുശേഷം അപ്പോൾ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനോട് ചോദിച്ചു, നീ എവിടെയായിരുന്നെന്നും. അവനെ വാത്സല്യപൂർവം ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് അവനെ നീതിയുടെ വസ്ത്രമണിയിച്ച് അവനെ മകനായ സ്വീകരിച്ചുകൊണ്ട് മോതിരമണിയിച്ച് അവൻ വീണ്ടും വീഴാതിരിക്കാൻ ഒരു പുതിയ പാദരക്ഷകളും കൊടുത്ത് പറഞ്ഞു, കാളയെ വെട്ടുക എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥമാണ്. നമ്മളെപ്പോഴാണ് കാളേനെ വെട്ടണേ? കല്യാണത്തിന്. കണ്ടോ, ഇതൊക്കെ തന്നെ നമ്മളുടെ വീട്ടിൽ സാധാരണ ഒരു ആഘോഷത്തിന് കാളേനെ വെട്ടില്ല, കുറച്ചിറച്ചി എവിടെയെങ്കിലും മേടിക്കും. ഒരു വലിയ ഹൈ ഫീസ്റ്റ് ഉണ്ടാകുമ്പോഴാണ് കാളയെ വെട്ടി അതായത് ഏറ്റവും വലിയ, നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ ഒരു ആഘോഷത്തിനാണ് നമ്മൾ കാളയെ വെട്ടണം. ഇതൊക്കെ ഇസ്രായേലിലെ ചട്ടമാണ്. കാളയെ വെട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹൈ ഫീസ്റ്റ് എന്നർത്ഥം. കാളയെ വെട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഫീസ്റ്റാണ്. നാടടക്കം ആൾക്കാരെ വിളിക്കണം, ഇല്ലേ? അങ്ങനെ കാളയെ വെട്ടി അവരാഘോഷിക്കണം.
വൈകുന്നേരം ആയപ്പോൾ ഈ ചേട്ടച്ചാർ വരികയാണ്. ചേട്ടൻ നോക്കി, ഇതെന്ത് വീട്ടിൽ ഇത്രയും വലിയ ആഘോഷവും ഡാൻസും കേട്ട്? ഒരു വീട്ടിലെ മൂത്ത ആളറിയാണ്ടൊരു വീട്ടിൽ വല്ല ആഘോഷവും നടക്കുമോ? ഇത് എന്നോട് ചോദിക്കാണ്ട് എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ആഘോഷം? അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില വേലക്കാർ പറയും, ഏയ് നിന്റെ അനിയൻ മടങ്ങി വന്നിരിക്കണു, അതുകൊണ്ട് ഞങ്ങളെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ്. നിന്റെ അപ്പച്ചനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ എന്തിനാ മടങ്ങി വന്നേ? ഇവന് ഒരു സന്തോഷമില്ല, ഇവന് ഒരു സന്തോഷമില്ല. അവൻ്റെ കണക്കൊക്കെ അവസാനിപ്പിച്ചു പോയതല്ലേ, ഇനി ഇതായിരിക്കും ചിന്ത. ഇനി അവൻ മടങ്ങി വന്ന് അവന് ഇനി വീണ്ടും വീതം കൊടുക്കേണ്ടി വരും. അവൻ എന്തിനാ മടങ്ങി വന്നേ? ഇവൻ ദേഷ്യപ്പെട്ട് അകത്ത് കയറാതെ പുറത്തിരിക്കണം. അപ്പൻ വന്നിട്ട് പറയാൻ, മകന് നമ്മൾ സന്തോഷിക്കണം, നിന്റെ അനുജൻ മടങ്ങി വന്നിരിക്കണം. ശ്രദ്ധിക്കണം, ഇനിയാണ് ക്ലൈമാക്സ്. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇത് സിനിമയൊക്കെ കണ്ടതിൻ്റെ ഓർമ്മയാണ്. അപ്പനോട് പറയാണ്, ഞാൻ ഇക്കാലം അത്രയും അപ്പച്ചന് ദാസ്യവേല ചെയ്തിട്ട്. കണ്ടോ എന്താ പറഞ്ഞേ? അതാണ്, ഞാൻ അങ്ങയുടെ കൽപ്പനകളെല്ലാം പാലിച്ചിട്ട് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ സന്തോഷിക്കാൻ ഒരു ആട്ടുകുഞ്ഞിനെ വെട്ടിയോ? എന്നിട്ട് ഈ മുടിയനായ നിങ്ങളുടെ ഈ മകൻ കണ്ടോ, ഇതാരാണ്? മകൻ. ഇവനാരാണ്? ദാസൻ. അതാണ് അവിടുത്തെ പ്രധാന പോയിന്റ്. ഈ മകൻ മടങ്ങി വന്നപ്പോ വേശ്യകളോടുകൂടെ സകലതും നശിപ്പിച്ച് തിന്മ ചെയ്തവൻ മടങ്ങി വന്നപ്പോ അവന് വേണ്ടി വലിയ കാളി വെട്ടിയിരിക്കും. അപ്പോഴാണ് അപ്പൻ പറയാണ്, മകനെ. കണ്ടോ, അപ്പൻ അവനെ ദാസനായിട്ട് കണക്കാക്കിയിട്ടില്ല. പക്ഷെ അവൻ ഇക്കാലം അത്രയും വിചാരിച്ചിരുന്നത് അവൻ വീട്ടിൽ, അപ്പൻ്റെ വീട്ടിൽ എന്ത് ചെയ്യണം? ദാസ്യവേല. ഇതാണ് ആ കാണാതെ പോയ നാണയം എന്ന് പറഞ്ഞാൽ. നാണയം വീട്ടിൽ തന്നെയാണ്. മനസ്സിലാവണ്ടോ? മകൻ വീട്ടിൽ തന്നെയാണ്. അതാണ് യഹൂദര്, ഫരിസേയര്. അവര് ദൈവഭവനത്തിലെ ആൾക്കാരാണ്, ദൈവത്തിൻ്റെ ആൾക്കാരാണ്. പക്ഷേ അവർ മോശയുടെ നിയമം കൃത്യമായിട്ട് പാലിക്കുന്നതിലൂടെ ആരായിരിക്കുന്നു അവർ? ഒരു അടിമയെ പോലെ വേല ചെയ്യണവർ മാത്രമാണ്. ഇതൊക്കെയാണ് എൻ്റെ അർത്ഥം. പക്ഷെ ദൈവം പരിഗണിക്കുന്നതോ അവരെ മക്കളായിട്ടാണെങ്കിലും അവർക്കത് മനസ്സിലാവുന്നില്ല. ആ മനസ്സിലാകായികയാണ് നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ അവസ്ഥ. വീട്ടിൽ തന്നെയാണെങ്കിലും പിതാവിനോട് കൂടിയാണെങ്കിലും നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ആദ്യത്തെ കാണാതെ പോയ ആട് എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ഇളയ മകനാണ്. അത് പാപികളുടെയും ചുങ്കക്കാരുടെയും പ്രതീകം. അവര് കാണാതെ പോയവൻ്റെ പുറകെ അന്വേഷിച്ചു പോയി കണ്ടെത്തുന്നതാണ് ദൈവത്തിൻ്റെ നീതി. ഫരിസേയ നീതി പാപം ചെയ്യുന്നവരെ അന്വേഷിച്ച് കണ്ടെത്തി അവനെ പീഡിപ്പിക്കുക, കൊല്ലുക എന്നതാണെങ്കിൽ, ദൈവനീതി കാണാതെ പോയതിനെ അന്വേഷിച്ച് കണ്ടെടുത്ത് അതിനെ തോളിലേറ്റി കൊണ്ടുവന്ന് രക്ഷിക്കുക എന്ന്, ജീവൻ നൽകി രക്ഷിക്കുക എന്നതാണ്. കണ്ടോ, ജീവൻ നൽകി രക്ഷിക്കുന്നു. ഫരിസേയ നീതി ജീവൻ എടുത്ത് നശിപ്പിക്കുന്നു. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ വന്നത്, കള്ളൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനുമാണ്. ഞാൻ വന്നത് അവർക്ക് വരെ ജീവൻ ഉണ്ടാകാനാണ്. ആര്? ഈ കൊല്ലണ ആളുകൾക്ക് വരെ. ഇവിടെ അപ്പൻ പറയാണ്, മകനെ എന്ന് പറഞ്ഞെല്ലാവരും, മകനെ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണടാ. ഈ നിന്റെ അനുജൻ, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ അവനിപ്പോ ജീവിക്കുന്നു. ഇതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ പിതാവ്
കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരാണ്. ഇതാണ് പിതാവിൻ്റെ കരുണയുടെ. ഈ ലൂക്ക 15-ാം അധ്യായത്തെക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാരെല്ലാം പറയുന്നത് ദ ഗോസ്പൽ ഓഫ് ദ ഗോസ്പൽസ് എന്നാണ്. ലൂക്കയിൽ മാത്രമേ ഉള്ളൂ ഈ മുടിയനായ പുത്രൻ ഈ കഥ. സുവിശേഷങ്ങളുടെ സുവിശേഷമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ഈ വരദാനങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ തുടങ്ങിയത്. ഉണ്ടോ? ഉണ്ട്. പക്ഷേ മാമോദീസായിലൂടെ കിട്ടിയ ഈ വരദാനങ്ങൾ നമ്മൾ പൊതിഞ്ഞു വെക്കാനുള്ളതല്ല. ഇത് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട മനോഭാവം ദൈവം കരുണാസമ്പന്നനും ആണെന്നും ദൈവം നമ്മളെ ഉപയോഗിച്ചതൊക്കെ ചെയ്യണമെന്നും നമ്മളെ ദൈവത്തെ പോലെ തന്നെ ദൈവം കണക്കാക്കുന്നുവെന്നും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ പിതാവിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടവരാണ് നമ്മളെന്നുള്ള ആ ഒരു മനോഭാവത്തിലേക്കൊന്ന് വരിക. അത് വന്നു കഴിയുമ്പോൾ നമ്മളിൽ താനെ വെള്ളച്ചാട്ടം പോലെ ഈ വരദാനങ്ങളെല്ലാം പ്രവർത്തിക്കും. അപ്പോൾ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റിൻ്റെ ഒരു കാര്യം അതാണ്. ഇനി മറ്റൊരു കാര്യം, പുതിയ സൃഷ്ടിയാകുന്നതിൻ്റെ അതൊരു പടിപടിയായിട്ടുള്ള ഒരു ഉയർച്ചയാകാം. നമ്മളതിൻ്റെ പൂർണ്ണമായ രഹസ്യം അറിയണം. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് വരദാന ഫലങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്നതിനാണെന്നും പരിശുദ്ധാത്മാവാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. ആത്മാവാണ് നമ്മളെ നയിക്കുന്നത്, നിയമമല്ല നയിക്കുന്നത്. ആ അർത്ഥത്തിലാണ് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നത്, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ദൈവപുത്രന്മാരാണ്. നമ്മുടെ വീട്ടിൽ ഒരു വേലക്കാരനുണ്ട്. അവനോട് രാവിലെ വെറുതെ നീ ആ തെങ്ങിൻ്റെയൊക്കെ കടകളച്ചിടണം, അത് കഴിഞ്ഞിട്ട് ആടക്കാരത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് അവിടെ തോട് വെട്ടണം, അവനോട് കൽപ്പിക്കുകയാണ്. അത് അനുസരിച്ചാൽ അവന് വൈകുന്നേരം കൂലി കിട്ടും. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവന് കൂലി മുഴുവനും കൊടുത്തൊന്നും വരില്ല. എന്നാൽ മകനോട് നമ്മൾ എന്തു പറയും? മകനോട് പറയും, മോനെ നീ എൻ്റെ കൂടെ വാ, ഞാൻ ചെയ്യണത് കാണും, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്യാം, ഇത് നീ പഠിക്കും. അതാണ് ഈശോ പറയണത്, പുത്രൻ പിതാവ് ചെയ്യുന്നത് കണ്ട് അതെല്ലാം പുത്രനും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സമാപ്തിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആരാണ്? ദൈവഭവനത്തിൽ അടിമകളാണോ, ദാസരാണോ, മക്കളാണോ? മക്കളെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സകല സമ്പത്തിൻ്റെയും അവകാശികളാണ്. നമ്മൾ എത്ര തിന്മ ചെയ്താലും നമ്മൾ മക്കളാണ്. നമ്മുടെ മക്കള്, ഞാൻ പറഞ്ഞു, നമ്മുടെ വേലക്കാരൻ 10,000 രൂപ കട്ടെടുത്തു, അവനെ ഡിസ്മിസ് ചെയ്തു, പിരിച്ചുവിട്ടു. കാരണം അവനെ ഈ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഇത് സാധാരണ സംഭവം. പിറ്റേ ദിവസം നമ്മുടെ മകൻ 10,000 രൂപ കട്ടെടുത്തു, അവനെ പിരിച്ചു വിടാൻ നമുക്ക് പറ്റില്ല. എന്തുകൊണ്ട്? അവൻ നമ്മുടെ മകനാണ്. പിരിച്ചുവിടാൻ പറ്റുമോ? അവനെ വിളിച്ചിട്ട് പറയണം, മോനെ നീ എന്തിനാ ഇത് കട്ടെടുത്ത്? എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേടാ. ആഗ്രഹിച്ചു. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണണം. നമ്മുടെ ജീവിതത്തിൽ തന്നെ മക്കളോട് പ്രത്യേകിച്ചും വളരെ കരുണയോടും സ്നേഹത്തോടും നമ്മൾ അവരെ വളർത്തുകയാണെങ്കിൽ മാത്രമേ അവരെ ദൈവം പിതാവാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് എവിടുന്നോയൊക്കെ കുറേ നിയമങ്ങളുണ്ട്. പിള്ളേരെ അടിച്ച് വളർത്തണം, ഒന്നുള്ളതിനെ ഒലക്കയും കൊണ്ട് അടിക്കണം. ഇപ്പോൾ 1-2 ഉള്ളൂ, അപ്പോൾ 2 ഒലക്ക വേണമെങ്കിൽ വേണ്ടി വരും. നമ്മളുടെ ശിക്ഷയിലൂടെ അല്ല, ശിക്ഷണത്തിലൂടെയാണ് അവർ വളരണം. നമ്മൾ അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കടിച്ചാൽ ക്ഷമിക്കുമ്പോഴും അവരുടെ മുമ്പിൽ വെച്ച് ക്ഷമിക്കുക. അങ്ങനെ ഈ പുതിയ നിയമത്തെ ശരിക്കും നമ്മൾ സ്നേഹത്തിലൂടെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾക്ക് വലിയ സന്തോഷം ഉണ്ടാവും. അപ്പോഴാണ് നമ്മളിൽ വരദാനങ്ങൾ വളരുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാ ബോധ്യത്തോടുകൂടി നമുക്കൊരു നിമിഷം കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് നൽകിയിരിക്കുന്ന ഈ വലിയ ദാനത്തെ പ്രതി നന്ദി പറയുന്നു.
ഒന്ന് ഉള്ളു തുറന്നു നന്ദി പറഞ്ഞ് ഈ ദിവസങ്ങളിൽ നമുക്ക് കിട്ടിയ ഈ പുതിയ കാര്യങ്ങളെല്ലാം, ഇതെല്ലാം നമുക്ക് മുമ്പേ തന്നിട്ടുള്ളതായിരുന്നു. നമ്മളൊന്നും പുതിയത് വാങ്ങിയിട്ടില്ല. ദൈവമെല്ലാം നമുക്ക് നവീകരിച്ച് തന്നിരിക്കുന്നു. നമ്മൾക്ക് കിട്ടിയ നാണയങ്ങളെ 10 മാറ്റിയിരിക്കുന്നു നമ്മൾ. ആത്മാവ് പരിശുദ്ധാത്മാവാണ്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, സ്നാനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ വരദാന ഫലങ്ങളെയും ഇപ്പോൾ ജ്വലിപ്പിക്കണമേ. ഞാൻ അങ്ങേക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കാൻ എല്ലാ വരദാന ഫലങ്ങളും എന്നിൽ ജ്വലിപ്പിക്കണമേ. അഭിഷേകം നൽകണമേ. എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ. എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള ഗാനം മുഴുവനും പാടി ആത്മാവ് കൊണ്ട് ജ്വലിക്കുക. ഇതിന്റെ അവസാനത്തിൽ ഉച്ചത്തിൽ സ്തുതിച്ച്, ഭാഷാപരത്തിൽ സ്തുതിച്ച് വരദാനങ്ങളെല്ലാം അഭിഷേകമാക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വരും. അപ്പോൾ നിങ്ങൾ മുട്ടുകുത്തുക, ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കും.